റഹ്മാനായ റബ്ബിനെ കുറിച്ച് പറയാവതല്ല എന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തന്നു. അതേസമയം റഹ്മാനായ റബ്ബിന്റെ കൈ, മുഖം, പാദം, ഇറക്കം തുടങ്ങിയ പ്രയോഗങ്ങൾ പ്രമാണങ്ങളിൽ വന്നതായി കാണാൻ സാധിക്കുന്നു. അതൊക്കെ അള്ളാഹുവിന്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്, അവയവങ്ങളല്ല എന്നാണ് അഹ്ലുസുന്ന അവയെക്കുറിച്ച് നൽകിയ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമതായി തൗഹീദിന്റെ വശങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടത് വഫീ സിഫാത്തിഹി ലാ ശബീഹ ലഹു, അവന്റെ സിഫത്തുകളിൽ, അവന്റെ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്, അവനോട് തുല്യമാകുന്ന ആരുമില്ല എന്നാണല്ലോ. എന്നാൽ ആ റഹ്മാനായ റബ്ബിന്റെ വിശേഷണങ്ങൾ റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന പ്രഭാഷണങ്ങളും എഴുത്തുകളും നമ്മുടെ നാടുകളിൽ ഇന്ന് വ്യാപകമായി വന്നു. ഉദാഹരണമായി സുന്നത്ത് ജമാഅത്ത് എന്ന് പേരിട്ട് പരിചയപ്പെടുത്തിയ ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ 21-ാമത്തെ പേജിൽ ഒരു സഖാഫി വ്യക്തമായി എഴുതി വെച്ചു, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ബാഹ്യമായി സൃഷ്ടികൾക്ക് നൽകിയാൽ ശിർക്ക് സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ബാഹ്യമായി സൃഷ്ടികൾക്ക് നൽകിയാൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്നവരെ പച്ചയായി മലയാളത്തിൽ എഴുതി വെക്കുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തിൽ പോലും ഇന്നുണ്ടായി എന്നുള്ളത് എത്രമാത്രം ശിർക്ക് ഈ സമുദായത്തിൽ വ്യാപകമായി എന്നതിന്റെ മകുടോദാഹരണമാണ്. മാത്രവുമല്ല, മഹാന്മാരായ ആളുകൾ അള്ളാഹു ചെയ്യുന്നതൊക്കെ ചെയ്യുമെന്ന്, അള്ളാഹു കാണുന്നതൊക്കെ കാണുമെന്ന്, അള്ളാഹു പ്രവർത്തിക്കുന്ന, അവൻ ചെയ്യുന്ന എല്ലാം ചെയ്യുന്നവരാണ്, എല്ലാം ചെയ്യാൻ കഴിയുന്നവരാണ് എന്നുവരെയുള്ള പ്രഭാഷണങ്ങൾ പോലും സമൂഹത്തിലുണ്ടായി. ഒരു ചെറിയ സംസാരം സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, അള്ളാഹ് അറിയണതൊക്കെ അറിയണോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. അള്ളാഹു അറിയുന്നതൊക്കെ അറിയുമെന്നാണ് പറഞ്ഞത്. അള്ളാഹു അറിയുന്നതെല്ലാം മഹാന്മാർ അറിയുമത്രേ, പക്ഷെ അള്ളാഹു അറിയും പോലെ അറിയുകയില്ല എന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ് ജിഫ്തി മുത്തുക്കോയ തങ്ങൾ തന്നെ പ്രഖ്യാപിച്ചത്. അതേസമയം CM മടവൂരിന്റെ പേരിലിറക്കിയ CM സ്മരണയിൽ വ്യക്തമായി ആ വശവും തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തു. അള്ളാഹു കാണും പോലെ കാണും, അവൻ കേൾക്കും പോലെ കേൾക്കും, അവൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്ന് റഹ്മാനായ റബ്ബിന്റെ വിശേഷണങ്ങൾ അതേപടി സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.